ഹലോ. അപ്പം നമ്മുടെ അരീക്കോട് പുത്തലത്ത് മാംഗോ ഫെസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മാംഗോ ഒക്കെ. അതിൻ്റെ ആ ഒരു അട്രാക്ഷൻ തന്നെയാണ് നമ്മൾ അങ്ങോട്ട് കയറ്റുന്നത് തന്നെ. ഫ്രണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അത് കാണുമ്പം ആരായാലും ഒന്ന് കയറിപ്പോവും. അങ്ങനെ ഒരുപാട് പേര് അതിന് വരുന്നുണ്ട്, കാണാൻ വരുന്നുണ്ട്. അതിന് മുന്നിൽ നിന്ന് ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഞങ്ങളും കുറേ വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം കണ്ടിട്ട്, ഈ ഒരു മാങ്ങയുടെ ഡെക്കറേഷൻ കണ്ടിട്ടാണ് ഞങ്ങളും അങ്ങോട്ട് കയറുന്നത്. അപ്പോഴാണ് മാംഗോ ഫെസ്റ്റാണ്. ഒരുപാട് ഫെസ്റ്റിന് പോയിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ മാംഗോ ഫെസ്റ്റ് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. മാത്രമല്ല കുറേ മാവിൻ തൈകൾ അവിടെ സെയിലിന് വെച്ചിട്ടുണ്ട്. പലതരം മാവിൻ തൈകൾ, ഒരു 300 മുതൽ സ്റ്റാർട്ടിങ് വരുന്ന തൈകളുണ്ട്. 2 വർഷം, 2.5, 3 വർഷം കൊണ്ടൊക്കെ കായ്ക്കുന്ന തൈകളാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെയൊക്കെ മാങ്ങകളും ആ തൈകളുടെയൊക്കെ ഏകദേശം മാങ്ങകളും അവിടെ സെയിലിന് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല രസം, കാരണം ഒരുപാട് വെറൈറ്റി പേരുകളാണ്. ഞാൻ തന്നെ ആദ്യമായിട്ട് കേൾക്കുകയാണ് കേട്ടോ ഇങ്ങനത്തെയൊക്കെ പേര്. അപ്പോൾ നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. കുറച്ചൊക്കെ നമുക്ക് പരിചയമുള്ളതുണ്ട്, പക്ഷേ പകുതിയിലേറെ മാങ്ങകളും പരിചയമില്ലാത്ത മാങ്ങകളാണ്. പക്ഷെ കാണുമ്പോൾ നമുക്ക് ഏകദേശം എല്ലാം ഒരുപോലെ തോന്നുമെങ്കിലും അതിൻ്റെ പേരൊക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ എന്താ വെച്ചാൽ അവർ നമുക്ക് വാങ്ങുന്നതിന് മുന്നേ ടേസ്റ്റ് നോക്കാൻ തരുന്നുണ്ട്. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ മാങ്ങ എടുത്താൽ മതി. അങ്ങനെയാണ്. മാങ്ങയുടെ പേരും അതിൻ്റെ റേറ്റോ കൊടുത്തിട്ടുണ്ടോ. ബദ്ദോ, മൂവാണ്ടനൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കേൾക്കുന്നതാണല്ലോ അല്ലേ. റുമാനിയ, പിന്നെന്താ മുംതാസ്, അങ്ങനെ പേരുണ്ടോ മുംതാസ് എന്നൊക്കെ. അങ്ങനെ പലതരം പേരുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം നല്ല സ്മെല്ലൊക്കെയാണ് അവിടെ കയറുമ്പോൾ. മാങ്ങയുടെ മണം അറിയാലോ. നല്ല ഇപ്പം ഒന്നാമത് മാങ്ങ സീസൺ ആണല്ലേ, പൊതുവേ നല്ല മാങ്ങകളുള്ള സമയമാണ് ഇപ്പം. അപ്പം അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കയറി കണ്ടു. ഇതിൻ്റെ പേരാണ് സിന്ദൂരം. ഞാൻ റെഡ് കളറായിട്ടാണോ അറിയില്ല. കണ്ടോ, ഇതാണ് ഉദാ പേര്. നമുക്ക് പെട്ടെന്ന് ചിരിയാണ് വരും അല്ലേ കാണുമ്പോൾ. പക്ഷെ എന്തായാലും നല്ല രസമുണ്ട്. സരിഗമ. അപ്പോൾ അതിന് പല റേറ്റാണ് കേട്ടോ. പിന്നെ ഒരു 40 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന മാങ്ങകളാണ് അവിടെ. കിലോയ്ക്ക് 40 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന മാങ്ങകളുണ്ട് അവിടെ. അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാം ചുറ്റിക്കറങ്ങി കണ്ട് കുറേയൊക്കെ ഞങ്ങളും വാങ്ങി. എല്ലാത്തും സെലക്ട് ചെയ്ത് വാങ്ങി. അല്ലാണ്ട് കുറച്ച് മാങ്ങകളൊക്കെ വാങ്ങി. തൈകൾ വാങ്ങിയിട്ടില്ല, മാങ്ങകളൊക്കെ വാങ്ങി ഞങ്ങൾ പോന്നു. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, കാരണം തുടങ്ങിയിട്ട് 2 ദിവസം ആയിട്ടുള്ളൂ. അപ്പം ഒരുപാട് ആൾക്കാർ ഈ ഒന്നാമത് ഇതിൻ്റെ ഫ്രണ്ടിൽ അട്രാക്ഷൻ കണ്ടിട്ട് തന്നെ ഒരുപാട് പേര് വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ മാങ്ങകളൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് പോന്നു. പിന്നെ ജ്യൂസ് ഉണ്ട് അവിടെ, മാംഗോ ജ്യൂസ് കൊടുക്കുന്നുണ്ട്. കൊടുക്കുക സെയിലിനാണ്, നമുക്കത് വാങ്ങിക്കാം. അല്ലാതെ ആ ജ്യൂസുകളായിട്ട് അവിടെ കൊടുക്കുന്നത്. എന്തായാലും പുറത്തുള്ളതിനേക്കാളും റേറ്റ് കുറഞ്ഞിട്ടാണ് അവിടെ കൊടുക്കുന്നത്. ആ മാങ്ങ വെച്ചിട്ടാണ് അവർ ജ്യൂസ് അടിച്ച് കൊടുക്കുന്നത്. അപ്പം ഏതായാലും ഒക്കെ ചുറ്റിക്കറങ്ങി ഞങ്ങൾ കണ്ടു പോന്നു. ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മൾ അടുത്തുള്ളവരൊക്കെ ഒന്ന് പോയി കാണാം, മാങ്ങകൾ വാങ്ങാം, കഴിക്കാം. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്.